നമ്മൾ ഡ്രസ്സ് എടുക്കാനെല്ലാം പോകുന്നില്ലേ, കുറച്ച് കറിയെല്ലാം റെഡിയാക്കിയിട്ട് പോകാൻ. എന്നിട്ട് ഞാൻ കുറച്ച് മുളകിൽ പരിക്കച്ചു മീൻ. അപ്പോൾ ഈ മീൻ വലിയൊരു മീൻ കൊണ്ടത്. അപ്പോൾ അതിന് കുറച്ചായിട്ടല്ലേ കറി വെക്കുന്നത്. അപ്പോൾ കുറച്ച് ഞാൻ ഇതിങ്ങനെ തേങ്ങ അരച്ചിട്ട് വെച്ചിന്. അപ്പോൾ ഇക്കാക്ക് പറഞ്ഞിട്ട് എന്ത് ഇടുന്നോൻ പറഞ്ഞാലും ഹോട്ടലിലെ കറിയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇത് മിഞ്ഞാന്നേ എടുത്ത് വെച്ച വീടാണ്. അപ്പോൾ എനിക്ക് ഇടാനേ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം ആയിരുന്നു. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാനില്ലേ കറാമയിലേക്കല്ലേ പോയേ. അപ്പോൾ കറാമയിൽ ഫസ്റ്റ് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ക്രൗഡും അങ്ങനെയെല്ലാം ഉള്ള സമയത്ത് പോയ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ പോയിട്ട് അടുത്ത സ്നാക്സ് നമ്മൾ എത്ര തന്നെ ഈ ഓയില് ഫുഡ് കഴിക്കണ്ടെന്ന് വിചാരിച്ചെങ്കിലും ഈ റമദാൻ മാസത്തിലില്ലേ എന്തായാലും നോമ്പ് തുറക്കുമ്പോൾ ടേബിളിൽ കുറച്ചെല്ലാം അങ്ങനത്തെ ഇല്ലെങ്കിലില്ലേ ഒരു ഭയങ്കര സങ്കടമാണ്. അപ്പം നൈല മുമ്പേ പറയും, ഓള് നോമ്പ് നോക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് നോക്കും. അപ്പോൾ പറയും, മമ്മി ഇന്നില്ലേ ടേബിൾ നിറച്ച് വേണം. പിള്ളേർക്ക് ഇങ്ങനെ കാണുന്നത് ഭയങ്കര രസമല്ല അല്ലേ. അങ്ങനെ കുറച്ച് നമ്മ കൊണ്ടുപോയതും ഓറ് വെച്ചതുള്ള സാധനമെല്ലാമായിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെയല്ലേ നോമ്പ് തുറക്കാനും ഭയങ്കര രസമല്ലേ. പിന്നെ എന്താ പറഞ്ഞാൽ റസൂലുള്ളാഹി പറഞ്ഞത് ഇങ്ങനെ തന്നെയല്ലേ, ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിന് ഒരു എന്താ പറയുന്ന രുചി കൂടുതലല്ലേ. ലൈറ്റ് കത്തുന്ന ഈ സാധനം എറിയുന്നതാ. വലിയ സൗണ്ടിൽ വെക്കുന്നില്ല കഴിഞ്ഞ കൊല്ലത്തെ പോലെ. രണ്ട് പാട്ട് മിക്സ് പാട്ട്. പായസം ഫ്രീ കൊടുക്കുന്നല്ലോ. ആ മാലി തട്ടുകട അങ്കമാലി. നമ്മൾ ഇപ്രാവശ്യത്തെ പെരുന്നാളിൻ്റെ കുറേ ഡ്രസ്സ് ഐബിആർന്നാണ് ഞാൻ എടുത്തത്. പിന്നെ ഇർഫാൻ എടുത്തിന്, ഫലാഷാൻ എടുത്തിന്, അങ്ങനെയെല്ലാം എടുത്തിന്. പിന്നെ മക്കൾക്ക് കുപ്പാച്ചി തന്നെയാണ് ഞാൻ ഡ്രസ്സ് എടുത്തത്. ഓൾക്ക് ഇപ്രാവശ്യം എപ്പോഴും നീ ആള് അവിടെ തന്നെയാണ് എടുക്കൽ. ഇപ്രാവശ്യം നൈലാക്കം ഭാഷയിലും ഞാൻ അവിടെ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഓളും അവിടെ തന്നെയാണ് എടുത്തത്. Hato.
നമ്മൾ ആ സമയത്ത് പോയപ്പോൾ ഇല്ലേ ഭയങ്കര തിരക്കാണ്. തിരക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഷോപ്പിൽ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റില്ല റോട്ടിൽ, അത്രയ്ക്കും ക്രൗഡായിന്. പിന്നെ ഞമ്മ ഈ കുറേ പ്രാവശ്യം പോയതുകൊണ്ടില്ലേ അത്രയ്ക്കും ആ വൈബുള്ള സമയത്തും കണ്ടിനല്ലാതെ ഞമ്മ പോയത് അതിനൊന്നുമല്ല അറിയാം. ഞമ്മ ഡ്രസ്സ് എടുക്കാൻ പോയത്, പിന്നെ നമ്മളെ ഡ്രസ്സ് എടുക്കുന്ന ഷോപ്പ് ആടായതുകൊണ്ട് പിന്നെ അവിടെ പോയല്ലേ പറ്റും. ഭയങ്കര പാട്ടും കളിയും അങ്ങനെ. റംസാൻ മാസത്തിലാണ് ഞമ്മ പോയത് എന്നൊന്നും അടുക്ക പോയാൽ തോന്നില്ല. അത്രയ്ക്കും ആൾക്കാരും പാട്ടും കളിയും അങ്ങനെയെല്ലാം ആയിരുന്നു. പിന്നെ നമ്മൾ ആവശ്യത്തിന് പോകുന്നത് വരുന്ന അത്രയല്ലേ. പിന്നെ നമുക്ക് ആടെ ഷോപ്പ് ആടെ ഞമ്മ പോകേണ്ട ഷോപ്പെല്ലാം ആടായതുകൊണ്ട് ഞമ്മ പോന്ന് വരുന്ന അത്ര മാത്രം ഉണ്ടായത്. അതുകൊണ്ട് ഞമ്മെല്ലാം കണ്ടിന് അങ്ങനെ പോയപ്പോൾ. പിന്നെന്തെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും കണ്ടെങ്കിൽ. പലതരം വണ്ടി കാണുമല്ലോ. ഈ ഹാളിലെല്ലാം ഈ വണ്ടി ഭ്രാന്തുണ്ട് ഒരുമാതിരി. ഓനിക്ക് ഏത് വണ്ടി കണ്ടാലും അത് കുഞ്ഞുനാളിൽ തൊട്ടേ എനിക്ക് അതിൻ്റെ പേര് അറിയും. എനിക്കൊന്നും അറിയില്ല, പേര് വായിച്ച് നോക്കിയിട്ടുണ്ടാവും. എനിക്ക് അതിൻ്റെ എംബ്ലം കണ്ടെങ്കിലും മനസ്സിലാവും. അതുകൊണ്ട് ഓനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ പോയിട്ട് അവളേക്ക് പലതരം വണ്ടി കാണുന്നുണ്ട്. ഞാൻ അത്രയൊന്നും വീഡിയോ എടുത്തിട്ട് ആ വണ്ടീൻ്റെ ഒന്നും ഓരോ ദിവസം അങ്ങനത്തെ വണ്ടിയായിരുന്നു അവിടെ ഉണ്ടത്. അപ്പോൾ നമ്മൾ അവിടുന്ന് അത്താഴക്കഞ്ഞിയെല്ലാം അവിടെ നിന്ന് തന്നെ കുടിച്ചിന്. ഫസ്റ്റ് നമ്മൾ പോയപ്പോൾ ഇല്ലേ ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടല്ലോ. മുമ്പ് തന്നെ മോന് കഞ്ഞിയെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിന്. അപ്പോൾ കഞ്ഞി വാങ്ങി, പിന്നെ മഹഫിൽ ബിരിയാണി അവിടെ നിന്ന് വാങ്ങി. അതെല്ലാം വെച്ചിട്ടാണ് അന്ന് നമ്മൾ അത്താഴമെല്ലാം കഴിച്ചത്. അങ്ങനെ കുറച്ച് കഞ്ഞിയും ബിരിയാണിയെല്ലാം ആയിട്ട് പിന്നെ ബാക്കിയുള്ള ആളല്ലതാ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. ഇത് എല്ലാവരും പോയപ്പോൾ പിന്നെ അവിടെ ഒരു ബെഞ്ച് ഇത് ടേബിളെല്ലാം അവിടെ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് കഴിച്ചത്. ലാസ്റ്റ് അത്താഴം കഴിക്കുന്ന ടൈമാണ് ഇത്. അത്താഴത്തിന് അങ്ങനെയാണ് കഴിച്ചത് എല്ലാവരും. അങ്ങനെ എല്ലാവരും കൂടുമ്പോൾ അത് ഭയങ്കര രസമല്ലേ. നമുക്ക് ഈ നോമ്പിനില്ലേ ഇങ്ങനെയെല്ലാം ആകുമ്പോൾ നമ്മൾ നാട്ടിലുള്ള ഒരു ഫീലാണ് കിട്ടുന്നത്. ഇത്ര നേരം കണ്ടതില്ലേ നല്ല ക്രൗഡും ഭയങ്കര എന്താ പറയുന്ന വൈബെല്ലാം ഉണ്ടായ സമയത്ത് കറാമിയാണ്. ഇപ്പോൾ ഞാനില്ല, അതിൻ്റെ ശേഷം പോയതാണ് ഇത്. നമ്മളെ ഇപ്രാവശ്യത്തെ പെരുന്നാളിൻ്റെ ഡ്രസ്സില്ലേ കൂടുതലും IBR എന്നാണ് ഞാൻ എടുത്തത്. പിന്നെ ഫറാഷേന്ന് എടുത്തിന്, പിന്നെ ഇർഫാന്ന് എടുത്തിന്, എല്ലാം എടുത്തിന്. എന്താ പറയുക നല്ല നല്ല ഡ്രസ്സാണ് ഇപ്രാവശ്യം ഉണ്ടായത്. കുറേ ഒന്നും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ നല്ല ഡ്രസ്സാണ്. പിന്നെന്താ അറിയുമോ, നല്ല പെരുമാറ്റം. ഈ IBR കണ്ടില്ലേ നല്ല പെരുമാറ്റം. നമുക്ക് ഒരു ഷോപ്പിൽ പോയെങ്കിൽ എല്ലായിടത്തും നമ്മൾ പോയടുത്ത് എല്ലായിടത്തും ഒരു ഷോപ്പിൽ കയറിയെങ്കിൽ നമുക്ക് അവിടുന്ന് എടുക്കണം തോന്നണമല്ലോ അല്ലേ. ചിലയിടത്തല്ലേ നമുക്ക് കയറിയെങ്കിലും ഒന്നും എടുക്കണ്ടെന്ന് തോന്നിപ്പോന്നില്ലേ. അങ്ങനെ അത് നമ്മൾ കസ്റ്റമറോട് കാണിക്കുന്ന ഒരു പെരുമാറ്റം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇതാണ്, നല്ലൊരു പെരുമാറ്റമാണ്. പിന്നെ അതുപോലെ ഡ്രസ്സും നല്ല ഡ്രസ്സാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പിന്നെ നമുക്ക് അറാമയിൽ പോകുന്നത് ഡ്രസ്സ് എടുക്കാനല്ലേ, നമുക്ക് വൈബ് നോക്കാനോ വേറെ ഒന്നും അല്ലല്ലോ. പിന്നെ തിരക്കുണ്ടാകുമ്പോൾ നമുക്ക് അത്രയ്ക്കും പോകാനും വരാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചായിട്ടാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാം നല്ല രസമുണ്ടായിന്. അപ്പോൾ ഞാൻ പെരുന്നാക്കില്ലേ മോളെല്ലാം ഇട്ടിട്ട് കാണിക്കുക. അപ്പോൾ ഇതെല്ലാം അഷു എടുത്തിട്ടുണ്ട്. പിന്നെ അനുവിൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ കാണിക്കാം. നാട്ടിൽ മോന് കെട്ടാൻ പോകുന്ന പെണ്ണില്ലേ മോൾക്കും ഞാൻ ഇവിടുന്ന് തന്നെയാണ് എടുത്ത് കൊടുത്തയച്ചത്. അപ്പോൾ നാട്ടിലത്തേക്കും കൂടിയിട്ടുള്ള ഡ്രസ്സെല്ലാം ഞാൻ ഇവിടുന്ന് വാങ്ങിയേനെ. അപ്പോൾ നിങ്ങളെല്ലാം പെരുന്നാൾക്ക് ഇടുന്നെടുത്ത് ദുബൈയിൽ.
പിന്നെ അപ്പോൾ അധികാളും കറാമയിൽ പോയിട്ടുണ്ടാവുന്ന അത്രയും ആൾക്കാരുണ്ടായിന്. അപ്പോൾ ഇനിയിപ്പോൾ വാങ്ങത്താളുണ്ടെങ്കിൽ നെക്സ്റ്റ് പെരുന്നാളല്ലോ വലിയ പെരുന്നാളല്ലോ വരുന്നില്ലേ, അപ്പെല്ലാം നോക്കിക്കോ നല്ല ഡ്രസ്സ് കിട്ടും. പിന്നെ അത്ര വാല്യൂ ഇല്ലയെന്നൊന്നും ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് നല്ല വിലക്കാന്ന് കിട്ടിയിട്ടുണ്ടായി. നമുക്ക് അത്രയ്ക്കും നല്ല മെറ്റീരിയലും അത്ര തന്നെ വില കുറവും ഉണ്ടായിന്. ഞാൻ എടുത്ത ഡ്രസ്സെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പെരുന്നാളിൻ്റെ വ്ളോഗിലെല്ലാം ഞാൻ കാണിക്കാം. ഡ്രസ്സ് നമ്മൾ എടുത്ത ഡ്രസ്സെല്ലാം കാണിച്ചു തരാം. അതെടുക്കാൻ കഴിയുന്നില്ലടാ അങ്ങനെ. ഇട്ടോക്കണം അങ്ങോട്ട് പോ. എടുത്തോ, ജീൻസ് എടുത്തോളൂ. നല്ല എന്താ ഫുള്ള് വായിക്കാൻ തന്നെയല്ലോ ഉണ്ട് അതുകൊണ്ടല്ലേ. തിന്നാൻ പാടില്ല, എങ്ങനെയായിട്ടല്ല തിന്നാൻ പാടില്ല. ചെറുതെടുത്തോ, ചെറിയതെടുത്തോ. ഉറങ്ങാനി കുപ്പായം കിട്ടിയിട്ട് കരിയുന്ന ഒരാൾ എല്ലാവർക്കും എന്നാകല്ലേ കുപ്പായം എടുക്കലേ ഉറങ്ങാൻ. അതെ അതെ എങ്ങനെയുണ്ട് ആദ്യം വേണ? ഞാൻ ഈ വ്ളോഗില്ല കുറച്ച് ലെങ്തായിട്ട് തന്നെ ഇട്ടിന്. എന്താ പറഞ്ഞാൽ നമ്മൾ 2-3 വട്ടം കറാമയിൽ പോയത് തന്നെ ഞാൻ ഒരു വ്ളോഗാക്കിയിട്ടെ. കാരണം പെരുന്നാളായല്ലോ, പെരുന്നാളിൻ്റെ വിശേഷമെല്ലാമായിട്ട് ഇടാമല്ലോ എന്ന് അറിയട്ടെ. കാരണം എനിക്ക് അതിൻ്റെ ഇടയിൽ വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല. എന്ത് വീഡിയോ എടുത്താലും നമുക്ക് അപ്ലോഡ് ആക്കാനുള്ള ടൈം വേണമല്ലോ, എഡിറ്റ് ചെയ്യാനോ എന്തായാലും നമുക്ക് ടൈം കിട്ടുന്നില്ല. ഒന്നാമത് നോമ്പല്ലേ, അതുകൊണ്ട് തന്നെ. അപ്പോൾ പെണ്ണുപിള്ളേർക്ക് മാത്രം ഡ്രസ്സ് എടുക്കൽ മാറ്റൽ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ആണുപിള്ളേർക്കും അങ്ങനെ തന്നെ അറിയോ. എന്താ പറഞ്ഞാൽ ഓർക്ക് എപ്പോൾ എടുക്കാനായാലും ഞാനൊന്നിച്ച് പോകണം. ഇതുവരെയായിട്ടും അങ്ങനെ തന്നെ. ഓരോ ഇഷ്ടത്തിന് വേണമെങ്കിലും അത് മമ്മിക്ക് ഇഷ്ടമായിനാന്ന് എന്നോട് ചോദിച്ചിട്ടേ എടുക്കും. 3 ആൾക്കും അങ്ങനെ തന്നെ, ആൺപിള്ളേർക്ക്. പിന്നെ പെൺകുട്ടികൾക്ക് ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്യലും നോക്കലും എല്ലാം അങ്ങനെ. പിന്നെ ഇല്ലേ ഇതിൽ നമ്മളെ വോയിസ് ഇതിൽ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഈ ഷോപ്പിലല്ല ഫുള്ള് ടൈം പാട്ട് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് അറിയാലോ കോപ്പിറൈറ്റ് വരും. ഏതോ ഒരു വ്ളോഗിന് എൻ്റെ ഒരു ചെറുതായിട്ടുണ്ടായില്ലേ കോപ്പിറൈറ്റ് വന്നിട്ട് ഇപ്പോൾ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഇതിലിട്ടേലില്ലേ വോയിസ് നിങ്ങൾക്ക് 2-3 തരമായിട്ടല്ല കേൾക്കും. എന്ത് പറഞ്ഞിട്ട് ഞാൻ മിഞ്ഞാന്ന് കുറച്ചൊന്ന് എഡിറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞമ്മ ഇല്ലേ ഇടുന്ന് നോമ്പ് തുറക്കുന്ന ടൈം ഹോളിഡേ ഉണ്ടായിന്. അപ്പോൾ നോമ്പ് തുറക്കാൻ വരുമ്പോഴേക്ക് ഓരെന്നെ ഫ്രൂട്ട്സും ഈത്തപ്പഴമെല്ലാം തന്നിന്. നോമ്പ് തുറന്നിട്ട് തന്നെ പോകാന്നിട്ട് കുറേ നിർബന്ധിച്ചിന്. പിന്നെ അമ്മ നിന്നിട്ടില്ല, പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുകയെല്ലാം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഫ്രൂട്ട്സിൻ്റെ ഒന്നിച്ച് ഒരു ഫ്രൂട്ട്സ് ഉണ്ടായി ഞാൻ ഇതുവരെ കഴിച്ചിട്ടാ. പിന്നെ ഒരു ഓറഞ്ചിൻ്റെ ഒരു ടേസ്റ്റാണ്. ഓറഞ്ചല്ല ശരിക്കും ഒരു കുഞ്ഞ് ഓറഞ്ചല്ലോ ഉണ്ടാവുമല്ലോ പുളിയുള്ള, അതല്ല ഇത് നല്ല മധുരം ഉണ്ടായിന്. കുഞ്ഞ് ഓറഞ്ച് പുളിക്കുന്നതല്ല നമ്മളെ പുരയിലും ഉണ്ടായിന്. നാട്ടിലെ പുരയിൽ നിറച്ച് പിടിക്കലുണ്ട്. പക്ഷെ അത് തിന്നാൻ പറ്റില്ല, ജ്യൂസ് അടിക്കാൻ പറ്റും. പിന്നെ അതിൽ കഴിഞ്ഞ മന്തി കഴിക്കാൻ പോയിട്ടുണ്ടായിന്. അങ്ങനെ അവിടെ സംസം മന്തിയെല്ലാം കഴിച്ചിട്ട് പോയതാണ്. മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നത് അതെ ആൺകുട്ടികൾക്ക് അങ്ങനെ. അപ്പോൾ കുറേ ദിവസമായി നൈല പറയുന്നത് നമുക്ക് മന്തി കഴിക്കാൻ പോകും. അവൾക്ക് ഈ സംസമിലെ മന്തിയില്ലേ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും സ്പൈസി അല്ലല്ലോ, അങ്ങനെ ഓൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടുന്ന് മന്തിയെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ പോയത്. ഉണ്ടാക്കിയ സൂപ്പാ
ഓർക്കുന്നില്ല പിന്നെ ഉമ്മ ഓർക്കുന്നില്ല ഇവിടെ കഴിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടെത്തി എന്തോ എത്ര റൈസ് ബാക്കി ഇന്നല്ലേ ഉണ്ടല്ലേ ഇത് അഷ്റഫ് 3 അപ്പോൾ ഇൻഷാ അല്ലാ നല്ല വിശേഷമല്ലായിട്ട് പെരുന്നാളിൻ്റെ വിശേഷമല്ലായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാ.